വീണ്ടും ഒരു ലോ കോസ്റ്റ് 8-inch വൂഫേഴ്സ്. പഴയ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയ 6-inch ലോ കോസ്റ്റ് വൂഫേഴ്സ് ആണ്. ഇത് 500 രൂപയിൽ താഴെ വിലയുള്ള. അപ്പൊ ഈ 8-inch വൂഫേഴ്സും നമുക്ക് അതേപോലെ തന്നെ ഒരു 500 രൂപ മാക്സിമം 500 രൂപയുടെ ചെലവുള്ളൂ. അതായത് 500 രൂപയുടെ താഴെ ചെലവിൽ നിങ്ങൾക്ക് കിട്ടും. ഏത് സീരീസ് ആയാലും ഇത് 3 സീരീസ് ആണ്. ഒന്ന് ബ്ലാക്ക്, ഒന്ന് ഗോൾഡ്, ഒന്ന് റെഡ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറയാം. അതായത് ബ്ലാക്ക് നമുക്ക് ആദ്യം നോക്കാം. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ബ്ലാക്ക് കോൺ അത്രേ ഉള്ളൂ. ആ ഒരു വ്യത്യസ്തത പെട്ടെന്ന് പറയാൻ നമുക്ക് നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് ഒരു ഓഫറിന് കിട്ടുന്നത്, ഓരോ ഓഫറിനും. അപ്പോ 8-inch ലോ കോസ്റ്റില് മാക്സിമം പീക്ക് 100 വാട്ട്സ് ഒക്കെ കൊടുക്കാവുന്ന ഞാൻ ഉപയോഗിച്ച് അതായത് ഞാൻ കസ്റ്റമർക്ക് കൊടുത്ത് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് ഈ റിവ്യൂവിൽ ഇത് പറയുന്നത്. അതായത് 100 വാട്ട്സിന്റെ ബോർഡ് വളരെ സിമ്പിൾ ആയിട്ട് വളരെ സൂട്ടബിൾ ആയിട്ട് ഈ ഓഫേഴ്സിൽ വർക്ക് ചെയ്യും. ഷാക്കോടെ ഈ ഓഫർ. പിന്നെ ഇതൊന്നും ഞാൻ ചെക്ക് ചെയ്തില്ല, ഇത് ചെക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഒന്നിച്ച് നോക്കാം. അപ്പം ബ്ലാക്ക് ഷാക്കോ എന്ന് പറയുന്ന ആ ബ്രാൻഡിന്റെ ബ്ലാക്ക് സീരീസ് ആണ് ഈ ഓഫർ. 4 ohms ആണ് ഈ ഓഫർ. ഇതിന്റെ ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് അവിടെ മാറ്റി വെക്കാം. അടുത്ത നമുക്ക് ഗോൾഡ് തുറക്കാം. ഗോൾഡ് എന്ന് പറയുമ്പോൾ ഗോൾഡൻ പേപ്പർ ആണ്, ഗോൾഡൻ കോൺ ആണ് എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. അപ്പോൾ അങ്ങനെയല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ആ ഫ്രെയിമിലാണ് ഇപ്പൊ ഈ ഗോൾഡ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഫ്രെയിമും ഈ ഫ്രെയിമും തമ്മിൽ അത് ബ്ലാക്ക്, ഇത് ഗോൾഡ്, ആ ഒരു വ്യത്യാസമാണുള്ളത്. പേപ്പർ സെയിം ആണ്, കണ്ണ് ബാക്കി എല്ലാ അപ്പിയറൻസും സെയിം ആണ്. നമുക്ക് 8-inch 4 ohms ആണ് ഈ വൂഫർ. അപ്പൊ അതും നമുക്ക് ചെക്ക് ചെയ്യാനുള്ളതാണ്. നമുക്ക് അടുത്തത് റെഡ് ഓപ്പൺ ആക്കി നോക്കാം. റെഡ് കാണുന്നത് പേപ്പർ കോൺ തന്നെ നമുക്ക് റെഡ് കളറാണ്. അപ്പൊ അത് ഉദ്ദേശിച്ചത് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. അതായത് ഇതില് ഗോൾഡ് എന്ന് ഉദ്ദേശിച്ചത് ആ ഫ്രെയിമിലാണ് ഇപ്പൊ കാണുന്നത്, ഗോൾഡൻ പേപ്പർ എന്നല്ല. അപ്പോ സീരീസ് ഒരു നെയിം, ആ ബ്രാൻഡിങ്ങിൽ ആ ഒരു നെയിം ഇടാൻ വേണ്ടിയിട്ട് അത് ആ ഗോൾഡ് എന്ന് ഉദ്ദേശിച്ചു. അപ്പൊ അത് ഷാക്കോയുടെ റെഡ് സീരീസ്. ഇത് 8 ohms ആണ്. 8 ohms ആ സെയിം സ്പെസിഫിക്കേഷൻ. അപ്പൊ ഇതില് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഓംസ് നമുക്കൊന്ന് കൺഫേം ചെയ്യാം. ഇതിലിപ്പോ റെഡ് 8 ohms ആണ് എന്നാണ് അവിടെ മാർക്കുള്ളത്. അപ്പൊ നമുക്ക് ആ റെഡ് 8 ohms ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പോ ഞാൻ ഓംസിലിട്ടുണ്ട്. അപ്പോ നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 8 ohms 7.9 ഇത് റെഡ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഗോൾഡ് ചെക്ക് ചെയ്യാം. 4 ohms ആണ്, 3.8 4 ohms ആണ് ഗോൾഡ് വരുന്നത്. നമ്മൾ നേരത്തെ ഗോൾഡ് 4 തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ബ്ലാക്ക് 4 ohms ആണ് എന്നാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ബ്ലാക്കും കൂടി നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതെല്ലാം ഇത് രണ്ടും, അതായത് ഈ ബ്ലാക്കും ഈ ഗോൾഡും ഇത് രണ്ടും 4 ohms, ഇത് 8 ohms. പിന്നെ നമ്മൾ ഒരു ഓഫർ വാങ്ങുമ്പോൾ ഫസ്റ്റ് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് തട്ടി നോക്കുന്നത് ബെസ്റ്റാണ്. അപ്പൊ ചിലപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തട്ടി നോക്കുമ്പോൾ നമുക്ക് ഇവിടെ മൈക്കിന്റെ അടുത്ത് നിങ്ങൾക്ക് ചിലപ്പം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോയ്സ് റിഡക്ഷൻ ഇപ്പൊ ഓഫാണ്, അതിന്റെ നോയ്സ് ഉണ്ട്. അപ്പൊ പലരും പറയുന്നുണ്ട് ഷീ എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ആ നോയ്സ് റിഡക്ഷൻ ചെയ്യാത്തത് കൊണ്ടാണ്. ഞാനിപ്പോ ആ നോയ്സ് റിഡക്ഷൻ ഈ മൈക്കിൽ ഓൺ ചെയ്താൽ ക്ലിയർ ആവേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. അതായത് പലർക്കും അതൊരു ബുദ്ധിമുട്ടായി കാണുന്നു എന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണല്ലോ അത് കമന്റിൽ അറിയിച്ചത്. അപ്പൊ ഇപ്പോ ഞാൻ സംസാരിച്ചതും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് അറിയിച്ചാൽ നമുക്ക് ആ രീതിയിൽ തന്നെ അടുത്ത വീഡിയോസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് ഇപ്പൊ ഈ കണ്ടീഷനിൽ നല്ല ക്ലാരിറ്റി മീൻസ് നല്ല നോയ്സ് ക്യാൻസലേഷൻ ആണ് സംഭവിക്കുന്നത്. മറ്റുള്ള ശല്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്റെ വോയിസ് കുറച്ച് ഡിസ്റ്റർബൻസ് ആയോ, അതായത് കുറച്ച് ഡിസ്റ്റോർട്ടഡ് ആയോ എന്നുള്ളൊരു സംശയം. അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ബോക്സ് ഉണ്ട്, ഒരു ചെറിയ 8-inch ചെയ്ത 3-way ബോക്സ് ഉണ്ട്, അതിൽ വെച്ച് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന ബോക്സ്. അതായത് ഇതിലൊരു മിഡ് റേഞ്ച് ഓൾറെഡി ഉണ്ട്. ഈ മിഡ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഓഫറിലേക്കുള്ള ഡയറക്റ്റ് കണക്ഷൻ മാത്രമാണ് കൊടുക്കുന്നത്, ട്യൂട്ടറും ഇല്ല. അപ്പോ ജസ്റ്റ് ഇവിടെ കവർ ചെയ്ത് വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോ ആദ്യം നമ്മൾ റെഡ് വെച്ചിട്ട് തന്നെ തുടങ്ങാം. അപ്പോ ഇതാണ് റെഡ്. അപ്പൊ റെഡ് ആദ്യം കണക്ട് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പം ഈ ഗോൾഡ് സീരീസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഹോളിന് കറക്റ്റ് അല്ല.
അപ്പോൾ നമ്മളിപ്പോ 8 ഇഞ്ചിന്റെ പല ബ്രാൻഡുകൾ ഉപയോഗിക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഹോൾസിന് ഉണ്ടാവും, അതായത് നമ്മൾ കട്ടിങ് ഹോളിന് ഉണ്ടാവും. അപ്പൊ അതില് നമ്മളിപ്പോ റെഡ് വളരെ കറക്റ്റ് ആയിരുന്നു. ഇപ്പോ ഈ ഗോൾഡ് ഇതിന് കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് സൂട്ടല്ല. കുറച്ച് കൂടി എന്റെ അഭിപ്രായത്തിൽ ഒരു 2 mm ഒരു വ്യത്യാസം ആ ഹോളിന് കണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. അപ്പോ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? 500 രൂപ റേഞ്ച് വിലയുള്ള 500 രൂപ താഴെ വിലയുള്ള ഓഫറുകളിൽ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? അപ്പോ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വർക്കിംഗ് തോന്നിയത് ഇതിനകത്ത് ഗോൾഡ് ആണ്. ഇതിലാണ് എനിക്ക് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് തോന്നിയത്. ഈ റെഡ് ആയാലും ശരി, ബ്ലാക്ക് ആയാലും ശരി, അതെല്ലാം ചിലപ്പോൾ ഒരേ എഫക്റ്റോ ഒരേ വാട്ട്സോ ഒക്കെ ആയിരിക്കും. ഇതും 4 ohms, ഇത് 4 ohms, ഇത് 8 ohms. അപ്പോ ഈ ഗോൾഡ് സീരീസിലുള്ള ഈ സാധനത്തിന്റെ ഒരു സൗണ്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്താണ് കാര്യം എന്നുള്ളത് നമ്മൾ പറയാൻ പറ്റില്ല, കാരണം അത്രയും സ്പെസിഫിക്കേഷൻ എടുത്തു പറയാൻ പാരാമീറ്റേഴ്സോ അങ്ങനെയൊന്നും ഇവർ സപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഒന്നും എടുത്തു പറയാനില്ല. നമ്മളെ ഹിയറിംഗ് എക്സ്പീരിയൻസ് എനിക്ക് ഏറ്റവും സുഖമായിട്ട് ഇതിന്റെ സൗണ്ടാണ് തോന്നിയത്. ഹൂഫറിന്ന് ഫ്രെയിമിന്റെ കളർ മാറ്റം, കോണിന്റെ കളർ മാറ്റം, ഇതില് ഈ കോൺ വ്യത്യാസമുണ്ട്. ഇതിന്റെ സറൗണ്ടും അതിന്റെ സറൗണ്ടും അതിന് റബ്ബർ സറൗണ്ടും ആണുള്ളത്. ആ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഇതിന് നമുക്ക് ഫോം സറൗണ്ട് ആണ്, ഇതിലും ഒരു റബ്ബറൈസ്ഡ് ഫോം മറ്റൊരു തരം സറൗണ്ട് ആണ്, ഇതിൽ പക്ക റബ്ബർ സറൗണ്ട് ആണ് വരുന്നത് റെഡില്. അപ്പോ പക്ഷെ എന്തിനായാലും ഇതിനാണ് എഫക്റ്റീവ് ആയിട്ട് എനിക്ക് വർക്കിംഗ് തോന്നിയത്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഏത് ഓഫർ എടുക്കുമ്പോഴും നമ്മൾ സ്വയം മനസ്സിലാക്കുക, നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഒരു ഓഫർ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മൾ ഈ ചെക്കിങ് ചെയ്യാതെ ഒരു ഓഫർ എടുക്കരുത്. ഫസ്റ്റ് ചെക്കിങ് ഇതാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ തന്നെ ചെക്കിങ്ങിൽ പാട്ട് വെച്ച് ചെക്ക് ചെയ്താൽ ശരി, അത് നോക്കണ്ട. അതിനു മുമ്പ് ഇതിൽ ആ ഒരു നല്ലൊരു ആംബിയൻസ്, നല്ലൊരു എഫക്റ്റ്, നല്ലൊരു ബേസ് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ആദ്യത്തെ എക്സ്പീരിയൻസ്. രണ്ടാമത്തെയാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നോക്കിയെടുക്കുക. ഏത് ഓഫർ എടുക്കുകയാണെങ്കിലും, എത്ര ക്വാളിറ്റി ബ്രാൻഡ് ആയാലും, ഏത് ടൈപ്പ് ആയാലും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. ഞാൻ പേര് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. ആർക്കുമാണ് ഇത് ബൈ ഓപ്ഷൻ എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കാം. അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് മറന്നു പോകാതെ കമന്റ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.